ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ ഇന്ന് കൊണ്ടോട്ടിയിൽ നിന്നൊക്കെയാണല്ലോ ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. നമ്മൾ വിചാരിച്ച മാതിരി നേരത്തെ നീക്കാനും പറ്റിയില്ല. നേരത്തെ നീറ്റിട്ടൊരു 6 മണി 6:30 ആകുമ്പോൾ ഇവിടുന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു. അത്ര പെട്ടെന്ന് കോഴിക്കോട് എത്താൻ നോക്കണം, റോഡ് തിരക്കാണീൻ്റെ ഇടയ്ക്കെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ നീറ്റപ്പത്തിന് തന്നെ 6:45 7 മണിയൊക്കെ ഇനിയിപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ. കുട്ടികളെ രണ്ടാമത് നീച്ചിട്ടില്ല, നല്ല ഉറക്കണം. അപ്പോൾ ഒക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് അവരെ വിളിച്ചിട്ട് മാക്സിമം നേരത്തെ പോകണം ഇവിടുന്ന്. എന്തായാലും കോഴിക്കോട് എത്താൻ പറ്റുമോ നോക്കണം. ലഗേജുകളൊക്കെ അങ്ങനെ ഇട്ടാണ്, അതൊക്കെ ഒന്ന് ഇനി പാക്കാക്കി റെഡിയാക്കിയിട്ട് വേണം. ഇന്നലെ നല്ല ക്ഷീണം കൊണ്ട് ഞാൻ യൂട്യൂബിലിടാനുള്ള വീഡിയോസൊക്കെ ഒന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്യണം. റൂം എടുക്കുമ്പോഴാണ് നമുക്ക് അതിനൊക്കെ ഉള്ളൊരു സൗകര്യം കിട്ടാം. പക്ഷേങ്കിൽ നിർത്തി ക്ഷീണം കൊണ്ട് ഒന്നിനും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഒന്ന് എത്രയും പെട്ടെന്ന് കോഴിക്കോട് എത്തിയിട്ട് ഇന്നും റൂം എടുക്കണം. നമുക്കിപ്പോൾ ഏകദേശം നമ്മൾ കൊടുന്ന ഡ്രസ്സുകൾ അലക്കിയാലേ ഇനിയിപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ടൈം കണ്ടെത്തണം. അപ്പം ഇന്ന് നാളെ നമുക്ക് അങ്ങനെ സെയിൽ കാര്യമായിട്ട് ചെയ്യാൻ പറ്റും തോന്നണില്ല. എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഇന്ന് റൂമിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. എല്ലാവരും റെഡി ആയിപ്പോൾ താഴെ ഒരു സൈക്കിളിൽ ലഗേജൊക്കെ സെറ്റാക്കിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ നമ്മൾ വിചാരിച്ച ടൈമിൽ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ സമയം 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോക്കട്ടെ നമുക്ക് എന്താ മുന്നോട്ടുള്ള അവസ്ഥ എന്നുള്ളത്. നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റുമോ നോക്കണം. നടക്കാം. ഓക്കെ വന്ന സൂപ്പറല്ലേ? ഹായ് ആര്യ, ശരി എന്നാ ആയിക്കോട്ടെ. ഓക്കെ വന്ന കൊണ്ടോട്ടിന്ന് പോയിട്ടില്ല. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. കാഹിലിൻ്റെ സൈക്കിളിൻ്റെ ആ ബെൻഡ് അത് പിന്നെയും ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് ശരിക്കും കറക്റ്റ് റെഡിയാക്കിയാലേ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടോട്ടി ഉദയ സൈക്കിൾസിൽ വന്നിട്ടാണ്. അപ്പോൾ അതൊരു സങ്കടമായി. കാരണം നമ്മൾ നേരത്തെ രണ്ടാളും കുട്ടികൾ നല്ല ഉഷാറിലാണ്. ഈ ഒരു ടൈമിൽ റൈഡ് തുടങ്ങണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അത് പറ്റിയില്ല. ഇത് കംപ്ലയിൻറ്റ് ശരിയാക്കാതെ പോയാൽ എത്തുമില്ല. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് കറക്റ്റ് ഒന്ന് റെഡി ആക്കട്ടെ, എന്നെങ്കിൽ നമുക്ക് നമ്മളെ റൈഡ് മുന്നോട്ടുള്ള റൈഡ് സുഖമായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ സൈക്കിൾ ഇപ്പോൾ റെഡിയായി കിട്ടിയാണ്. അപ്പോൾ നമുക്കൊന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. കുറേ നേരം വെയിറ്റ് ചെയ്യണ്ടായിരുന്നു അവിടെ. നമുക്കൊരു പ്രതീക്ഷയൊക്കെ പോയിരുന്നു. അങ്ങനെ അത് സക്സസ് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ട്രാവലിങ്ങിനെ അത് ബാധിക്കും. അപ്പോൾ അതിപ്പോൾ ഇവിടുന്ന് തന്നെ കറക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ റെഡി ആയോ? ഇന്ന് നല്ലപോലെ വിളിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റല്ലേ? നമ്മളിന്ന് പോയാലോ? അങ്ങനെ കൊണ്ടോട്ടിന്ന് അത്യാവശ്യം ലോങ് നമ്മൾ റൈഡ് ചെയ്ത് തന്നു. ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റി. നമ്മൾ ഉദയ സൈക്കിൾസിന് അപ്പോൾ കാഹിൻ്റെ സൈക്കിള് കണക്ട് ചെയ്ത് ടാൻഡത്തിന് ചെറിയൊരു അത് സീറ്റുമ്മക്ക് കണക്ട് ചെയ്യണോടത്ത് അതിങ്ങനെ ലൂസായി പോരെയാണ്. അപ്പോൾ അത് അവർ കറക്റ്റ് ഒരു ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നപ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ട് റൈഡ് ചെയ്ത് പോരാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ മാക്സിമം കവർ ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ ജസ്റ്റ് ബാത്റൂമിൽ പോകാനും റെസ്റ്റ് ചെയ്യാനും വേണ്ടി നിർത്തുകയാണെങ്കിൽ ഇവിടുന്ന് ഇനി ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി റൈഡ് ചെയ്യാനുള്ളൂ. അപ്പം ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും എന്തായാലും നമുക്ക് ബീച്ചിലെത്താൻ പറ്റുന്നുണ്ടാവും. പൂവ് കിട്ടിയോ? അങ്ങനെ
അങ്ങനെ കൂളായി റൈഡ് ചെയ്ത് നമ്മൾ രാമപുരം വരെ എത്തി. അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് പ്രത്യേകിച്ച് വെച്ചാൽ ഏകദേശം ഉച്ച സമയമായിരുന്നു. നമുക്ക് കുട്ടികൾക്ക് നല്ല ഫുഡൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് നോക്കാന്നുള്ളതിന് അടുത്ത ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ അവരുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ ഒരു വനിതാ ഹോട്ടലുണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് അവിടുത്തെ വെറുംചോറും ബിരിയാണിയും ഒക്കെ നല്ല ഇഷ്ടമായി. ഞാൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നാ ഒന്ന് വയററിച്ച് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അതിന് നേരെ ഓപ്പോസിറ്റിൽ ഇലാറിയ എന്ന് പറഞ്ഞിട്ടൊരു ബ്രൈഡൽ റെൻ്റൽ ജ്വല്ലറീസും അതേമാതിരി ബ്രൈഡൽ ഡ്രസ്സൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പിലത്തെ അവർ നമ്മളെ താഴെ വന്നിട്ട് ഇൻവൈറ്റ് ചെയ്തു ഞങ്ങളെ ഷോപ്പിലൊന്ന് വിസിറ്റ് ചോദിച്ചിട്ട്. നമ്മളപ്പോൾ അവിടെ ചെന്ന് അവർ നമുക്ക് ജ്യൂസും സ്നാക്സും എല്ലാം തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവർക്കും തന്നെ നമ്മളവിടെ എത്തിയത് ഭയങ്കര സന്തോഷമായിന്. അപ്പം നമുക്ക് ഈ യാത്രേൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ നമുക്ക് നമ്മളെ മൈൻഡിന് ഭയങ്കര നമുക്കൊരു മോട്ടിവേഷനാണ്. നമുക്ക് റൈഡ് മുന്നോട്ട് ഇങ്ങനെ പോകാൻ ഒരു സന്തോഷമാണ്. അങ്ങനെ റൈഡ് ചെയ്ത് നമ്മൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത് കോഴിക്കോട് കുതിരവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മളൊരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി. ഇവിടെ അവർ അപ്പോൾ ഹസ്ബൻഡും വൈഫും അവർക്ക് 2 കുട്ടികളാണ് ഉള്ളത്. അവർ വൈഫും കുട്ടികളും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വന്നതാണ്. അവർ ബാച്ചിലേഴ്സ് മാത്രം അവിടെ താമസിക്കരുത്. അവരെല്ലാവരും ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ആണ്, മാത്രമല്ല നമ്മളെ നാട്ടുകാരുമാണ്. അവരുടെ കൂടെ നമ്മൾ താമസിക്കണം. സക്സസ്ഫുള്ളി നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇന്നത്തെ സ്റ്റേ. അപ്പോൾ പറ്റുമെങ്കിൽ ക്ഷീണം ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ബീച്ചിൽ കറങ്ങണം വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മേ ബി ലുലുമാൾ ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ മേ ബി അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം കുറച്ച് ദിവസം ഇവിടെ കോഴിക്കോട് എൻ്റെ വൈബൊക്കെ ആസ്വദിച്ച് ഇവിടെ കുറച്ച് സെയിലൊക്കെ നടത്തി ഇവിടുത്തെ കുറച്ച് ദിവസം കൂടണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും ഒരു 4-5 ദിവസം എന്തായാലും കോഴിക്കോട് ഉണ്ടാവും. ഹായ് ഹായ്. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിപ്പോൾ അത്യാവശ്യം 2-3 ദിവസത്തെ അലക്കാണ്ടായിന്. അപ്പോൾ അലക്കൽ പരിപാടിയിലാണ്. ഇത് അലക്കി ക്ലീനാക്കിയാലേ നാളെത്തിട്ട് നമുക്ക് ഡ്രസ്സ് ഇടാണ്ടാവുള്ളൂ. ഇവിടെ എത്തിയപ്പോൾ നമ്മളേ വീട്ടിലെത്തിയൊരു ഫീല്. അപ്പോൾ കോഴിക്കോട് എത്തിയപ്പോൾ നമുക്ക് നമ്മളൊരു വീട്ടിലെത്തിയൊരു ഫീൽ എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ഇന്ന് വരെ കൂടെയാണ് സ്റ്റേ. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടികളാണ്. മോളെ പേരൊന്ന് പറയോ? എത്രയിലാണ് പഠിക്കുന്നത്? ഇയാളെ പേര് പറയും? ഇവരൊക്കെ നമ്മളെ നാട്ടുകാർ തന്നെയാണ്, നമ്മളെ പാണ്ടിക്കാട്ടുകാർ തന്നെയാണ്. ഇവർക്ക് ബിസിനസ്സും കാര്യമൊക്കെ ആയിട്ടാണ് അവിടെ കോഴിക്കോട്. പിന്നെ ഇപ്പോൾ ഇവരുടെ കൂടെയൊക്കെ നമ്മൾ ഉണ്ടാവാം. ആര് പറഞ്ഞു കൊടുത്താ പപ്പക്ക്? കൊടുക്കാം. ക്യാമറയ്ക്ക് നോക്കണമെന്നില്ല. അല്ലല്ലോ. അല്ല പേടിക്കണ്ട.
ഈവനിങ് ആയപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് റൈഡ് ചെയ്തൊന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ അവിടെ മനോരമൻ്റെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു ലുലുവിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ വെറുതെ ജസ്റ്റ് ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തതാണ്. അവിടെ പോയ കുറേ ആൾക്കാരൊക്കെ പരിചയപ്പെടാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷം നമ്മളിങ്ങനെ റൈഡ് ചെയ്ത് വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ട്. നേരത്തെ ഉറങ്ങിയിട്ട് രാവിലെ നീറ്റ് ബീച്ചിൽ പോകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാന്. അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം.